ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോണത്. ക്യാൻവാസ് ബോർഡിൽ ബുദ്ധനെ വരച്ച് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഔട്ട്ലൈൻ വരച്ചെടുക്കണം പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ അത് ഞാൻ വരച്ചിട്ടുണ്ട്. തനിയെ വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേസ് ചെയ്തിട്ടൊക്കെ വരച്ചെടുക്കാവുന്നതാണ്. ഗൂഗിളിൽ ഇങ്ങനത്തെ പിക്ചേഴ്സൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അത് വെച്ച് ട്രേസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും വരച്ചെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ തനിയെ വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ആ കൂടി 2 കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യണത്. ബ്ലാക്കും വൈറ്റും വെച്ച് മാത്രമാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പോണത്. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ ബുദ്ധൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പെയിൻറ്റ് ചെയ്യണത് ഞാൻ കാണിക്കണില്ല. കാരണം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് സമയമുള്ള വലിയ വീഡിയോ ആവും. അപ്പോൾ നിങ്ങൾക്ക് കുറേ സമയം കണ്ടിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ഷടപടയെന്ന് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് ഇത് വരച്ചിട്ടുള്ളതെന്ന് കാണിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇനിയിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിലും ഞാനിതെങ്ങനെ വരച്ചതെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കി അഭിപ്രായമൊക്കെ പറയാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചെയ്യണത്, നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അതിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഞാനിവിടെ റൗണ്ട് ബ്രഷും ഫ്ലാറ്റ് ബ്രഷും പിന്നെ ലൈനർ ബ്രഷും മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും 3 ബ്രഷുകൾ മതിയാവും നമുക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഫ്ലാറ്റ് ബ്രഷിൽ തന്നെ സൈസ് ചെറുതും വലുതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നമുക്ക് ചെറുതും വലുതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഫ്ലാറ്റ് ബ്രഷും റൗണ്ട് ബ്രഷും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ബ്ലാക്ക് കളറ് ഒരു ഔട്ട്ലൈൻ പോലെ ചുറ്റുമുള്ള ഭാഗത്ത് ഫേസിൽ കൊടുക്കുകയാണ്. അതിന് ശേഷം ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട്, അതായത് വൈറ്റ് കളർ പെയിൻറ്റ് കൂടുതൽ എടുക്കണം, ബ്ലാക്ക് കളർ പെയിൻറ്റ് കുറച്ച് മാത്രം മിക്സ് ചെയ്തിട്ട് ഒരു ആഷ് കളർ പോലെ ആക്കി എടുത്തിട്ടാണ് ഇതേപോലെ ഞാൻ കണ്ണിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ലൈറ്റാക്കി എടുക്കാം, കുറച്ചും കൂടി ഡാർക്കാക്കി എടുക്കാം. ആ ഒരു കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ ഉണ്ടല്ലോ, ആ ഒരു ഗ്രേ ഷെയ്ഡ് പോലെയുള്ള കളർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫേസിലേക്ക് വെളിച്ചടിക്കുമ്പോൾ ഉണ്ടാവണ ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ നമ്മൾ കുറച്ച് ലൈറ്റാക്കി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ചുറ്റുമുള്ള ഭാഗങ്ങളിൽ കുറച്ച് ഡാർക്കാക്കി കൊടുക്കുക. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇപ്പം ഞാൻ ഫേസ് ഫുള്ളായിട്ടും ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു കളറുണ്ടല്ലോ, വൈറ്റ് കളർ പെയിൻറ്റിൽ കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ആഷ് കളർ പോലത്തെ ഷെയ്ഡ് വെച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ തന്നെ നമുക്ക് കളേഴ്സ് മാറ്റിയെടുക്കാം കേട്ടോ. അതായത് കൂടുതൽ വൈറ്റ് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡ് നമുക്ക് കിട്ടും. കുറച്ചും കൂടി ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കുറച്ചും കൂടി കൂടുതൽ മിക്സ് ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കളറ് മാറ്റി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഫേസ് ഫുള്ള് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് എന്നിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ കുറച്ചും കൂടി ലൈറ്റാക്കിയൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് കുറേ ക്രാഫ്റ്റും ആർട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ ആർട്സ് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. പിന്നെ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ബുദ്ധൻ്റെ ഒരു പെയിൻറ്റിങ് ചെയ്ത് നോക്കണം എന്നുള്ളത്. മുമ്പ് ബുദ്ധൻ്റെ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലേ വെച്ചിട്ട് ബുദ്ധൻ്റെ ഫേസ് ബോട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ച് അങ്ങനെ ആഗ്രഹം കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇതും. കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കണമെന്ന് ട്രൈ ചെയ്ത് നോക്കണം, ബുദ്ധനെ ഒന്ന് വരച്ച് നോക്കണം, പെയിൻറ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത് ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നത്. പിന്നെ മുമ്പ് കഥകളിയുടെ ഒരു പെയിൻറ്റിങ് കാണിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ആയിട്ട് ചെയ്യുമോ ചേച്ചി, ഇതെങ്ങനെ വരയ്ക്കണേ എന്നുള്ളത് വീഡിയോ എടുക്കാമായിരുന്നില്ലേ, വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ എടുക്കണമെങ്കിൽ നല്ല പാടാണ്. കുറേ സമയം എടുത്തിട്ടാണ് പെയിൻറ്റ് ചെയ്യണത്. അപ്പോൾ അത്രയും സമയം വീഡിയോ എടുക്കണം. പിന്നെ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ടേബിളിൽ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊക്കെ വെച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് സാധാരണയായിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒക്കെ താഴത്തെ എവിടെയെങ്കിലും അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും മൂലക്കിലൊക്കെ പോയിട്ടിരുന്ന് വരയ്ക്കുമ്പോഴാണ് നമുക്ക് സൗകര്യമായിട്ട് ഇങ്ങനെ വരച്ചെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ടേബിളിലൊക്കെ വെച്ച് വരയ്ക്കണം. അതൊക്കെ കാരണം കൊണ്ടാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണതൊന്നും അധികം വീഡിയോ ഇല്ലാത്തത്. ഇതിൻ്റെ താഴെയായിട്ട് കോർണറിൽ ഞാനൊരു ലോട്ടസിൻ്റെ കുറച്ച് ഭാഗം വരച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറെ ഏതെങ്കിലും കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ വിചാരിക്കുകയാണ് പിങ്ക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ബ്ലാക്കിൻ്റെ വൈറ്റിൻ്റെ കൂടെ പിങ്ക് കളർ ആകുമ്പോൾ രസം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അത് ചെയ്ത് കൊടുക്കാം. പിന്നെ ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ശരിയായിട്ടില്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, നമുക്കത് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതായത് ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടായാലും ഇതിൻ്റെ മേലെ കൂടെ പെയിൻറ്റ് ചെയ്ത് നമുക്കത്
ശരിയാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പേടി നമുക്ക് വേണ്ട. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ഞാനിതൊന്നും പഠിച്ചിട്ട് ചെയ്യണതൊന്നുമല്ല, എനിക്ക് ഇഷ്ടമുള്ള കാരണം കൊണ്ട് ഞാനിങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി വരച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അത്രയൊന്നും ശരിയായിട്ട് വരില്ല. പിന്നെ കുറേ പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നമുക്ക് കുറച്ചും കൂടിയൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരച്ച് നമ്മളുടെ വീട്ടിലൊക്കെ വയ്ക്കാനാണല്ലോ. അപ്പോൾ പിന്നെ അത്ര ഭംഗിയായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമുക്ക് നല്ല സന്തോഷമാണ്. കാരണം നമ്മൾ വരച്ചിട്ടുള്ള സംഭവം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ വയ്ക്കുമ്പോൾ അത് രസമല്ലേ, നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും നല്ല സന്തോഷമാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ഹെയറാണ് വരച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് ഇങ്ങനെ റൗണ്ടായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കിലായിട്ട് നമ്മൾ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഫുള്ളായിട്ട് ഹെയർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താഴെ നമ്മളൊരു ആഷ് കളർ ആയതുകൊണ്ട് അതിൻ്റെ മേലെ വൈറ്റ് വരുമ്പോൾ അത്ര നല്ല ഭയങ്കര വൈറ്റ് കളറിൽ തെളിച്ചത്തിൽ കാണില്ല, കുറച്ചൊരു ഗ്രേയിഷ് ആയിട്ടുള്ളൊരു വൈറ്റ് കളർ പോലെയാണ് കാണുള്ളൂ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. പിന്നെ കണ്ണിൻ്റെയൊക്കെ ഈ ഇന്നർ കോർണറിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് കളറായിട്ട് ഔട്ടർ കോർണറിലേക്ക് പോകുന്നതോറും ഡാർക്കായിട്ട് ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ ഫേസിൽ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ കാണുന്ന പോലത്തെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വരച്ചിട്ടുള്ള ബ്ലാക്ക് കളർ ലൈൻ ഉണ്ടല്ലോ, ഇങ്ങനെ തിന്നായിട്ട് മൂക്കിൻ്റെ അവിടെയൊക്കെ വരച്ചിട്ടുള്ള ആ ലൈൻസ്, അതുപോലെ ലിപ്സിൻ്റെ ഔട്ട്ലൈനൊക്കെ ഇങ്ങനെ നമ്മൾ ബ്ലാക്ക് കളർ വെച്ച് വരച്ചിട്ടുണ്ട്. അതുമേക്ക് നമ്മളുടെ വൈറ്റ് കളർ പെയിൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കി എടുക്കണം. ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ആ ഔട്ട്ലൈൻ ഒന്നും കൂടി വരച്ചു കൊടുക്കണം. അത് നമ്മളിപ്പോൾ ശരിയാക്കി എടുക്കാം. പിന്നെ ലിപ്സും നമ്മൾ ഇതേപോലെ തന്നെ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, കണ്ണായാലും മൂക്കായാലും ചുണ്ടായാലും ഒക്കെ ഇങ്ങനെ ഒന്ന് പൊന്തിരിക്കണ പോലത്തെ റിയൽ ഫേസ് മാതിരി ഇങ്ങനെ ഉരുണ്ടിരിക്കണ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ, ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രം. ഇനി ഞാൻ ചെയ്യണത് കഴുത്താണ് കേട്ടോ. കഴുത്തിൻ്റെ നടുക്കിലും അതുപോലെ രണ്ട് സൈഡിലും കുറച്ചൊന്ന് ലൈറ്റ് കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെവിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ ലൈറ്റ് കളർ വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റാക്കി എടുക്കുന്നുണ്ട്. ലിപ്സിൻ്റെ മേലെ ഉള്ള ആ ഒരു ലൈൻ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മുടെ ലോട്ടസ് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ പിങ്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ട്, വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്, മജന്ത കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ബുദ്ധൻ്റെ പെയിൻറ്റിങ് ഇവിടെ തീരാണ്. ഇനി ഇത് ഞാൻ ചുവരിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതേപോലെ തന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.